എല്ലാവർക്കും നാസ്ന വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവറാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് ചെറിയൊരു മടിയായിരുന്നു. അപ്പോൾ എന്തായാലും മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഇടണം എന്ന് ഞാനൊന്ന് തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വീഡിയോ എടുക്കാം. ഒരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ആ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ റെഡ് കളറൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് റെഡ് കളർ ചെയ്യണം എന്നുള്ളത് റെഡ് കളറൊന്നും ഉണ്ടായിരുന്നു. ഞാൻ റെഡ് കളറിലുള്ളത് ഉണ്ടാക്കിയെടുത്തു. കണ്ടോ, ഇത് സത്യം പറഞ്ഞാൽ വൈറ്റ് ടിഷ്യൂ പേപ്പറാണ്. ഇത് ഞാൻ ഇതിൻ്റെ ഇവിടെ സൈഡിലായിട്ട് സ്കെച്ച് ഇങ്ങനെ ആക്കിയതിന് ശേഷം വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയാൽ ഇവിടെ ഇങ്ങനെ കളർ എടുക്കും. എന്നിട്ട് അതൊന്നും ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് സെറ്റാക്കിയതാട്ടത്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് പിന്നെ അത് ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മൾ സാധനങ്ങൾ. ഇതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കളർ പേപ്പർ വേണം. നിങ്ങൾക്ക് ടിഷ്യൂ അല്ലെങ്കിൽ സാധാ പേപ്പറോ അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പറോ അങ്ങനെ എന്തോ പറയും, അതും മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ 8-10 പേപ്പേഴ്സ് എടുക്കുക. ഞാൻ ഇപ്പോൾ എടുത്തത് 1 2 3 4 5 6 7 8. ഞാൻ ഇപ്പോൾ 8 പേപ്പറാട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഞാൻ 8 എണ്ണമാണ് എടുത്തത്. ഇപ്പോൾ നമ്മൾ 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കത്രിക വേണം. പിന്നെ നൂല് അല്ലെങ്കിൽ കമ്പി അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വേണം. ഞാൻ ഇപ്പോൾ നൂലാട്ടം എടുത്തിരിക്കുന്നത്, മിഷൻ നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതാണ് നമുക്കിതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ കുറേ പേര് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാണ്ട് പോകുന്നുണ്ട്. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. പിന്നെ അത് നമ്മൾ ഇങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ കുറച്ചുകൂടി ഭംഗിയായിക്കോട്ടെ വെച്ചിട്ട് ഈ കളർ എടുത്തതാണ്. ഞാൻ ഫസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി ഫ്ലോപ്പായിട്ട് കണ്ടു. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇവിടെ ചെറുതും ഇവിടെ വലുതുമായി. ഈ വലുത് തന്നെ ഇങ്ങോട്ട് വന്നെങ്കിൽ ഭംഗി ഉണ്ടാവുന്നു കേട്ടോ. നമ്മളിതങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ മടക്കുക. ഇതാണ് നമ്മുടെ ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മടക്കിയിട്ട് നമ്മളിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒപ്പം വെച്ചിട്ടൊന്ന് നൂല് കെട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കിയത് ഒന്നിങ്ങനെ ഒപ്പാണോ എന്ന് നോക്കട്ടോ. ഇങ്ങനെ വെച്ചിട്ട് എവിടെ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് ഈ നൂലൊന്ന് കെട്ടിക്കൊടുക്കാം. ഞങ്ങൾക്ക് കമ്പിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാവും. ഞാനെങ്കിൽ സ്ട്രോങ് ഒക്കെ ആവട്ടെ. അത് സ്ട്രോങ് ആണ്, ഞാൻ ചെയ്ത് വയ്ക്കിയതാണല്ലോ. ഞാൻ അതുമ്മി നൂല് തന്നെയാണ് കെട്ടിയത്. അപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ച് ടഫാണ് ഇതിങ്ങനെ ചുറ്റി ചുറ്റി വരുന്നത്. ഇത് നല്ല ടൈറ്റ് രണ്ട് പൊട്ടിച്ചായിട്ട് വേണം ചുറ്റി ചുറ്റി കിടക്കാട്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി പല്ലോണ്ട് കട്ട് ചെയ്തെത്തി കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഇട്ടൊരു പാടില്ല അത് കണ്ടുപിടിക്കുന്നത് പുറത്തായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ വീണ്ടും അഴിച്ചുണ്ടാക്കി. എന്നിട്ട് ഇതാ നമ്മളിതിങ്ങനെ കെട്ടി
കെട്ടി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. എന്തായാലും സാഹസികമായി ഞാൻ അങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തേക്ക് പോവുക, ഒന്നുകൂടി നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, വണ്ടി പോകണമെങ്കിൽ കുറേ ആൾക്കാരുടെ ബഹളമൊക്കെയാണ് നിങ്ങൾക്ക് കേൾക്കാവുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഉണ്ടോ കെട്ടി കൊടുക്കണം. കെട്ടി കൊടുത്താലാട്ടോ നമുക്ക് നന്നായി ടൈറ്റായി കിട്ടുള്ളൂ. എൻ്റെ അമ്മച്ചൊരു ശബ്ദമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത് ഗൈസ്. അപ്പോൾ അതാ നമ്മളിങ്ങനെ കെട്ടി കൊടുക്കണം. വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ശബ്ദം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവരൊന്നും ശബ്ദം ഉണ്ടാക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് ശബ്ദം ഉണ്ടാക്കില്ല, എനിക്ക് ദേഷ്യം വരും. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ നമ്മൾ ബാക്കി വന്നതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി നമുക്ക് ബൊക്കൊക്കെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്നിങ്ങനെ റാ പോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം, എന്നാലാണ് ആ ഫ്ലവറിൻ്റെ അത് വരുള്ളൂ. ഒരിക്കലും നിങ്ങൾ നേരെ കൊണ്ടുപോയി ചെയ്യരുത്, ഇങ്ങനെ ഒന്ന് റാ പോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് വരും. മറ്റേതും ബ്യൂട്ടിഫുള്ളാണ്, പക്ഷേ ഇതിനെക്കാട്ടിയും ബ്യൂട്ടിഫുള്ളാണ്, ഡിഫറെൻ്റാണ്. രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് കുറച്ചുകൂടി ഭംഗി, അത് അത്ര പോരാ. അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്ന്. എനിക്ക് അത്ര ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്ലേറ്റ് ഇട്ടിട്ടല്ല ചെയ്യണത്, സൂര്യൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ചെയ്യുന്നത്. കറണ്ട് പോയിരിക്കുകയൊന്നുമല്ല, എന്നാലും എനിക്ക് ഈ ലൈറ്റ് അത്ര പോരാ. അപ്പോൾ ഞാൻ സൂര്യൻ്റെ ലൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ ലൈറ്റ് ആണെങ്കിൽ ഇടാനും മറന്നു. പിന്നെ അതാ നമ്മളിതാ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചൊരു കളർ പേപ്പറാണ് കുറച്ചൊരു ഭംഗി ഉണ്ടാകുന്നത്, എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ റെഡ് ഇല്ലാത്തത് കൊണ്ടാട്ടോ ഞാൻ റെഡ് കളർ പേപ്പർ കൊണ്ട് ചെയ്യാഞ്ഞത്. അതുകൊണ്ട് പിന്നെ ടിഷ്യൂസ് റെഡ് ഉണ്ടാവും തോന്നുന്നു, അത് പിന്നെ ടിഷ്യൂൻ്റെ റെഡ് ഇല്ല, പ്യൂർ വൈറ്റാണ് ഉള്ളത് കേട്ടോ. ഈ കളറാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ കളർക്കുന്നത് മാറ്റി കൊടുത്തത്. പിന്നെ ഇത് അത്ര കട്ടി ഉണ്ടാവില്ലല്ലോ, വെള്ളം കൊണ്ടാക്കിയതല്ലേ. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഓരോ ലീഫ് എടുക്കുക, അങ്ങനെ ആക്കുക. ശ്രദ്ധിച്ച് കണ്ട ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഞാൻ മൊത്തം കോൺസെൻട്രേഷൻ ഈ ഫ്ലവറുമൊക്കെയാണ് കൊടുക്കുന്നത്. വീഡിയോ ഒക്കെ ഒന്ന് നോക്കുന്ന പോലെയല്ല, കണ്ടോ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതാ അങ്ങനെ നമ്മൾ ഒരു സൈഡ് ചെയ്തെടുത്തു, അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതാണ് ഞാൻ അങ്ങനെ കുറച്ച് ഇങ്ങനെ ലെവലാക്കി എടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഞാനൊരു വട്ടം അത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ, ഇന്നൊന്നല്ല കുറേ ദിവസം മുന്നേ. അപ്പോഴൊന്നും ഇത് അത്രയ്ക്ക് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴും അത്രയ്ക്ക് ശരിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സൈഡ് ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ, എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ. പക്ഷെ അത് അങ്ങനെ തന്നെയാണ് ഈ ഫ്ലവർ ഉണ്ടാവാൻ പിന്നീട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ ഫ്ലവർ. നിങ്ങൾക്ക് ബൊക്കൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. ഇതിനെക്കാട്ടി എന്തൊരു ഡിഫറെൻ്റ് നോക്കും. ഇത് ഞാൻ വൃത്തിയില്ലാണ്ട് ചെയ്തതാണ്. രണ്ട് സൈഡ് ഒരുപോലെ ആണെങ്കിൽ ഇതുപോലെ കിട്ടും. ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതാണെങ്കിൽ
ഈ സൈഡാണ് ഇവിടെയൊക്കെ വന്നു വെച്ചെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ ആയതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ?